നിർണായകമായ പൊതുതെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടന്നു കഴിഞ്ഞു. 2019 തെരഞ്ഞെടുപ്പിന് ശേഷം ആര് കേന്ദ്രം ഭരിക്കും? സാധ്യതകൾ എന്തൊക്കെയാണ്? കോൺഗ്രസിന്റെ സാധ്യത ആദ്യം പരിശോധിക്കാം. കോൺഗ്രസ് 150-ലധികം സീറ്റ് നേടുമെന്ന് കരുതുക. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, കർണാടക, ഗുജറാത്ത് എന്നിങ്ങനെ കോൺഗ്രസും ബിജെപിയും നേരിട്ട് മത്സരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ബിജെപിയെ മലർത്തിയടിച്ചാൽ ഇത് സാധ്യമാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള NDA വിരുദ്ധ പ്രതിപക്ഷ കക്ഷികളുടെ സർക്കാർ നിലവിൽ വരും. കോൺഗ്രസിന്റെ സീറ്റ് 110-നും 130-നും ഇടയിൽ ആണെന്ന് കരുതുക. പ്രതിപക്ഷ കക്ഷികളിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് തന്നെയാകും. അപ്പോഴും മറ്റു കക്ഷികളുടെ സഹകരണത്തോടെ കോൺഗ്രസിന് സർക്കാർ ഉണ്ടാക്കാം. എന്നാൽ ആര് പ്രധാനമന്ത്രിയാകണമെന്ന് തർക്കം വരാം. തൃണമൂൽ കോൺഗ്രസ്, BSP തുടങ്ങിയ കക്ഷികൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതിനെ എതിർക്കും. ഇടതുപക്ഷം, RJD, നാഷണൽ കോൺഫറൻസ്, DMK തുടങ്ങിയ പാർട്ടികൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കും. ഇനി കോൺഗ്രസിന്റെ സീറ്റ് 75-നും 100-നും ഇടയിൽ ഒതുങ്ങുമെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി BJPക്ക് കൂടുതൽ സീറ്റുകൾ ഉണ്ടാകും. സർക്കാർ രൂപവൽക്കരണത്തിൽ കോൺഗ്രസിന്റെ റോള് പരിമിതമായിരിക്കും. ഇനി BJPയുടെ കാര്യം നോക്കാം. BJP 250-ലധികം സീറ്റ് നേടുകയാണെങ്കിൽ തുടർച്ചയായ രണ്ടാം തവണയും നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും. ഇനി BJP 220-നും 230-നും ഇടയിൽ സീറ്റ് നേടുമെന്ന് കരുതുക. പ്രധാനമന്ത്രി പദത്തിലേക്ക് മോദി തന്നെ വരണമെന്നില്ല. മറ്റൊരാളെ കണ്ടെത്താൻ NDA ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടേക്കാം. ഇത് BJP അംഗീകരിക്കണമെന്നുമില്ല. പ്രതിപക്ഷത്തിരിക്കാനാവും ഈ സാഹചര്യത്തിൽ BJPക്ക് താൽപര്യം. BJPയുടെ സീറ്റ് നില 140-നും 160-നും ഇടയിൽ ചുരുങ്ങിയെന്ന് വെക്കുക. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിൽ വരും. BJP പ്രതിപക്ഷത്തുമാകും.